കപ്പൽ ഏറ്റവും സുരക്ഷിതമായിരിക്കുന്നത് തുറമുഖത്തിലാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ അവിടെയല്ല അത് ഉണ്ടാവേണ്ടത്. അടുത്ത തുറമുഖത്ത് ബങ്കർ ഒരുക്കാനുള്ള നിർദ്ദേശം നൽകും. ശരി ക്യാപ്റ്റൻ. റിപ്പോർട്ട് ചോദിച്ചുകൊണ്ട് സൂപ്രണ്ട് പിന്നെയും വിളിച്ചിരുന്നു. ഡ്രൈഡോഗ് ശരിയാവുന്നതുവരെ അഡ്ജസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. അത് ശരി. എല്ലാ സൗകര്യമുള്ള ഓഫീസ് മുറിയിൽ സുഖിച്ചിരുന്നെങ്കിൽ ഉത്തരവിറക്കുന്നതിന് പകരം അയാളോട് വേഗം കപ്പൽ റിപ്പയർ ചെയ്യിക്കാനുള്ള വഴി എന്താണെന്ന് നോക്കാൻ പറ. ഡാഡി, നമ്മൾ ഏത് കപ്പലിലേക്കാ പോകുന്നേ? ഡാഡിയുടെ ഫ്രണ്ടിന്റെ കപ്പൽ. പിന്നെ നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? ഒരുപാട് അകലെ, മോന്റെ ഡാഡിയുടെ നാട്ടിലേക്ക്. ഡാഡിയുടെ വീട് കാണണ്ടേ? യെസ്. അവിടെ ആർക്കുള്ളത്? മോന്റെ മുത്തശ്ശൻ. മമ്മി പറഞ്ഞല്ലോ മുത്തശ്ശൻ സ്വർഗത്തിൽ പോയിന്ന്. നിനക്ക് വേറൊരു മുത്തശ്ശൻ കൂടി ഉണ്ട്. 2 മുത്തശ്ശന്മാരോ? ഡാഡി, മമ്മി അവിടെ വരോ? നോ. ഹായ് ഹായ് ഫ്രണ്ടി. നോക്ക്. അല്ല, വെറും 8 വർഷം. എവിടെയായിരുന്നു ഇതുവരെ? ഇമെയിലോ ഫോൺ കോളോ ഒന്നുമില്ല. വിദേശത്ത് എവിടെയോ ആണെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നു, പക്ഷെ എവിടെയാണെന്ന് അറിയില്ലായിരുന്നു. അതൊരു നീണ്ട കഥയാ. ഏയ് സാം, അങ്കിളിനോട് ഹലോ പറ. ഹലോ, മൈ നെയിം ഈസ് സാം. ഇത് എൻ്റെ ഒക്ടോപിയൻ ബോയ്. ഓ, ഒക്ടോപിയൻ ബോയ്. സാം, മൈ നെയിം ഈസ് ഫ്രെഡി ആൻഡ് ദിസ് ഈസ് മൈ ഒക്ടോപിയൻ ഗേൾ. അത് വെറുതെ പറഞ്ഞതാ. ഞാൻ റസിയ. നമുക്ക് അകത്തേക്ക് പോവാം. സാം, എന്തു പറ്റി? സാമിന് അടുത്ത ഡോസിനുള്ള സമയമായി. അവൻ ഡയബറ്റിക്കാ. ഡയബറ്റീസോ? അത് പ്രായമായവർക്ക് വരുന്നതല്ലേ? എൻ്റെ മോനത് ചെറുപ്പത്തിലേ കിട്ടി. ജുവനൈൽ ഡയബറ്റീസ്. സാം, കഴിഞ്ഞിട്ട് ഇവിടെ ശ്രദ്ധിക്ക്. അപ്പോ യഥാർത്ഥത്തിൽ സാം മീരയുടെ മകനല്ലേ? ഹേയ് അല്ല, പക്ഷെ എങ്ങനെയോ അവളെ അവന് നഷ്ടപ്പെട്ടു. അവളേതോ യോട്ട്മാനെ വിവാഹം കഴിച്ചു. അവളിപ്പോ എവിടെയാ? അറിയില്ല. അവനിപ്പിക്കാര് സംസാരിക്കുന്ന പോലും ഇഷ്ടമല്ല. വീട്ടിലേക്ക് പോയിട്ട് 8 കൊല്ലം കഴിഞ്ഞു. വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇന്നാ കോഫി. ഓ മൈ ഡാർലിംഗ്, നിന്റെ കോഫി കുടിക്കാതിരിക്കുന്ന നഷ്ടമാണ്. ബിക്കോസ് ഇറ്റ്സ് ബെസ്റ്റ്. ഇന്ന് രാത്രി സീമൻസ് ക്ലബിൽ നിന്ന് ഡ്രിങ്ക്സ് കഴിക്കാൻ ഞാൻ വിനയോട് പറഞ്ഞിട്ടുണ്ട്. ഏയ് ഗുഡ്. ഞാൻ നോക്കിക്കോളാം. യു ആർ ഗുഡ്. ഫ്രെഡി, ഈ ഓർമ്മകൾ മദ്യം പോലെ കാലം ചെല്ലും തോറും വീര്യം കൂടും. അത് വളരെ ശരിയാണ് വിനയ്. പക്ഷെ നൊമ്പരപ്പെടുന്ന ഓർമ്മകൾക്കാണ് കൂടുതൽ വീര്യം. ഫ്രെഡി, ഓർമ്മകൾ വരും പോവും. ഏത് വേണം തീരുമാനിക്കാനാവില്ല. നിന്റെ ആദ്യത്തെ പ്രണയം ഓർമ്മയുണ്ടോ? ആദ്യത്തെ പ്രണയം? ആദ്യമായിട്ട് കുടിച്ചത് ഓർമ്മയുണ്ടോ? That's what my music will make. I will love you like a never-ending dream. Look into my eyes. Tell me what you see, read my heart. Let's party up tonight. Come on, let's turn it up and feel the beat in our hearts. Come on, let's burn it out and sway to the songs tonight. Hey,
ഓർമ്മകൾ മദ്യം പോലെ. പറ ഫ്രെഡി, ഏതിനാ നൊമ്പരം കൂടുതൽ? പറയാതെ പോയ സ്നേഹത്തിനോ അതോ തിരിച്ചു കിട്ടാതെ പോയ സ്നേഹത്തിനോ? നിന്റെ സ്നേഹം പറയേണ്ട സമയത്ത് പറഞ്ഞിരുന്നെങ്കിൽ അവള് തിരിച്ചു തരുമായിരുന്നു. ഇപ്പൊ ഒരുപാട് വൈകിപ്പോയി. സമയം ഒരുപാട് വൈകി. വാ പോവാം. എഴുന്നേക്ക്. വിനയ്, സർവേയർ ബോർഡ് ചെയ്ത് കഴിഞ്ഞു. എല്ലാം ശരിയല്ലേ നീ നോക്കാം. ഞാൻ എല്ലായിടത്തും നോക്കട്ടെ. സാമിന്റെ കാര്യം ഞാൻ ഏറ്റു. സാം, ആന്റിയെ ബുദ്ധിമുട്ടിക്കരുത്. ഓക്കെ? കപ്പലെങ്ങാനും മുങ്ങുകയാണെങ്കിൽ നമുക്ക് ഈ ലൈഫ് ബോട്ടിൽ കയറി രക്ഷപ്പെടാം. അപ്പോ ലൈഫ് ബോട്ട് മുങ്ങിയാലോ? നല്ല ചോദ്യം. ലൈഫ് ബോട്ട് ഒന്നും മുങ്ങില്ല. ഇനി എങ്ങാനും മുങ്ങിയ നമുക്ക് ഈ ജാക്കറ്റ് ഉപയോഗിച്ചിട്ട് പൊങ്ങിക്കിടക്കാം. അപ്പൊ ലൈഫ് ജാക്കറ്റും മുങ്ങിയാലോ? ബോയിലർ കത്തിക്കരുത്. തറയിൽ ഓയിൽ വീണിട്ടുണ്ട്. അതാദ്യം വൃത്തിയാക്ക്. ഞാൻ ചെയ്യാം. മോന്റെ ഡാഡി ബിസിയാ. നമുക്ക് പോവാം. ഓക്കെ. ഏയ് റസിയ, നീ CCR-ലേക്ക് ഒന്ന് വരാമോ? നിനക്ക് ഇവിടെ ഒരു ജോലിയുണ്ട്. ഓക്കെ, ഞാനിപ്പോ വരാം. പേടിക്കാനൊന്നുമില്ല. ഉടനെ തന്നെ ഞാനിത് കാൽക്കുലേറ്റ് ചെയ്ത് തരാം. ആ ടാങ്കുകൾ പാതി ഫില്ല് ചെയ്യുന്നതാണ് അപകടം. അതിലും നല്ലത് ഡബിൾ ബോട്ടം ടാങ്കുകൾ ഫില്ല് ചെയ്യുന്നതാണ്. പക്ഷേ ട്രാൻസ്ഫർ ലൈനിൽ ചില പ്രശ്നങ്ങളുണ്ട്. എന്തൊരു കഷ്ടമായത്. 200 കൊല്ലം പഴക്കമുള്ള ഈ തുരുമ്പ് വെട്ടിയിൽ നേരെ ചുവ പ്രവർത്തിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? എന്തോ കുഴപ്പമുണ്ട്. ഞാൻ പോയി നോക്കിയിട്ട് വരാം. This is 9 Victor Echo Echo. Over. എഞ്ചിൻ റൂമിന്റെ വാതിലുകളെല്ലാം അടക്കേ. CO2 റിലീസ് ഓവർ. എന്റെ ആദ്യത്തെ CO2 റിലീസ് അനുഭവമായത്. എന്റെയും. സാമിന് ഇഞ്ചക്ഷൻ കൊടുക്കേണ്ട സമയമായി. പൈപ്പ് ഒന്ന് ചെക്ക്. അപ്പോഴത്തേക്കും ഞാൻ സാമിനെ കണ്ടോ? സാം എന്റെ മുറിയിൽ ഉറങ്ങുന്നുണ്ട്. അവൻ അവിടെ ഇല്ല. എന്താ? അവൻ ഇവിടെ എവിടെയെങ്കിലും കാണും.
ഞാൻ എല്ലായിടത്തും നോക്കി കണ്ടില്ല. സാം, എക്സ്ക്യൂസ് മീ, സാമിനെ കണ്ടോ? ഇല്ല. വിനയ്, റോജർ, വിനയ് ഹിയർ. ഓവർ. സാം കൂടെയുണ്ടോ? നോ, ഓവർ. സാർ, സാമിനെ കണ്ടോ? ഇല്ല, കണ്ടില്ലല്ലോ. സാം എഞ്ചിൻ റൂമിലുണ്ടായിരുന്നു. വാട്ട്? സാം നിങ്ങളെ അന്വേഷിച്ച് താഴേക്ക് വന്നിരുന്നു. ഏയ് വിനയ്, വേണ്ട. ഓക്സിജൻ മാസ്ക് ഇല്ലാതെ താഴേക്ക് ഇറങ്ങാനാവില്ല. പോയി ഫ്രിഡ്ജ് പരിശോധിക്കേ, വേഗം. ബാരിക്കേഡ് റൂമിൽ നോക്കൂ. ചെല്ല്. അവിടെയെങ്ങും ഇല്ലേ? എവിടെയും ഇല്ലേ? മുമ്പോട്ട് പോയി നോക്ക്. നിങ്ങൾ രണ്ടുപേരും പമ്പ് റൂമിലേക്ക് പോയി സാമനെ നോക്കും. ഓക്കെ, അവന് ക്യാബിനിലേക്ക് കൊണ്ടുപോ. വിനയ്, സാം, സാം. ഉഫ്. സാം. ഞാൻ ഉറങ്ങിപ്പോയി. ഐ ആം സോ സോറി വിനയ്. ഏയ്, ഇറ്റ്സ് ഓൾ റൈറ്റ്. സാമിന്റെ കാര്യത്തിൽ എല്ലാ വഴികളും നോക്കിയോ വിനയ്? ഏതാണ്ട് എല്ലാം. ഇനി ഒരു കാര്യം കൂടി ചെയ്തു നോക്കാനുള്ളൂ. എൻ്റെ അവസാനത്തെ പ്രതീക്ഷ.